കുറേ പേരെ അന്ന് ലൈവ് ഇട്ടിട്ട് ഇനി ഈ മാസം എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവുന്ന 8 ദിവസം ലൈവ് ഉണ്ടാവുന്ന പോയതിന് കറക്റ്റ് 8 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നല്ല രീതിയിൽ തെറിവിളിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ബാബുഷേട്ട് ബിഗ് ഫാൻ എന്ന് പറഞ്ഞാൽ ബാബുഷേട്ട് ബിഗ് ഫ്രോഡ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാഹചര്യ സമ്മർദ്ദം മൂലമാണ് ഗൈസ്. അയ്യോ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. കറവ വെൽക്കം ടു സ്ട്രീം. നന്ദു വെൽക്കം ടു സ്ട്രീം. ഷാറൂഖ് ബിൻ ഷാക്കിർ ബ്രോ താങ്ക് യു സോ. ഷാറൂഖ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 200 rupees സൂപ്പർ ചാറ്റ്. ആൻഡ് സുബിൻ ബ്രോ താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ്. ഉറപ്പല്ലേ ഗൈസ്? ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും കേട്ടോ. ഏ തൗഫി മൈ വൈഫ് മൈ ഡിയർ വെൽക്കം ടു ദ സ്ട്രീം ചെയ്യാനായിട്ട് വീണ്ടും ഒരു തിരിച്ചു വരവിലേക്ക് എനിക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ എൻ്റെ എളിയ ഭാര്യ തൗഫിക്ക് ഒരു വിനീയപൂർവ്വ വെൽക്കം. റമീസ്ക താങ്ക് യു സോ മച്ച് ഫോർ ദ 37 AED. ലവ് യു. പിന്നല്ല റമീസ്ക, ലവ് യു. ലിജു ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. ഇതുവരെയും മെമ്പർഷിപ്പ് ഒക്കെ മുടക്കാതിരിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ വരും എന്നുള്ള വിശ്വാസത്തിൽ. താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്ക് ചാറ്റ് വായിക്കാൻ ഒരു ചെറിയ കാഴ്ചയ്ക്കൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കണ്ണൊന്നും പിടിക്കുന്നില്ല. കോഴിക്കട അടച്ചൊന്നും ഇല്ല ബ്രോ. ലൈക്ക് ഗൈസ് ഞാൻ പറയാം, കുറേ നാളായിട്ട് സൂപ്പർ ഫാൻ്റെ ലിങ്ക് ഗൈസ്, സൂപ്പർ ഫാൻ ഒഫീഷ്യൽ ലോഞ്ചിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി ധൃതി വെച്ച് ലോഞ്ച് ചെയ്യാത്തതിൻ്റെ കാരണം ഇപ്പോൾ അത്യാവശ്യം കിക്കിൽ കാര്യങ്ങൾ നമ്മുടെ സൂപ്പർ ഫാൻസിൻ്റെ ആ ഒരു മെയിൻ എയിം തന്നെ ലൈക്ക് റവന്യൂ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കിക്കിൽ അത്യാവശ്യം റവന്യൂ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ബട്ട് നമ്മളപ്പോൾ പക്ഷേ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാലൻസ് ആയിട്ട്, അതായത് ലൈവ് സ്ട്രീം മാത്രമല്ല കോണ്ടന്റ് ക്രിയേഷനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാത്തിനും അതേ കോൺസെപ്റ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് വെർഷൻ ചെയ്തു. ആൻഡ് നമ്മൾ ഒരു LLP കമ്പനിയായിട്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. പിന്നെ പ്രോഡക്റ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നു. പിന്നെ ഇനി ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചാണ്. ഒഫീഷ്യൽ ലോഞ്ച് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് കുറേ സ്പെഷ്യൽ ഇവൻറ്റ് സാധനങ്ങളുമായിട്ട് നമ്മുടെ TV മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവും. പിന്നെ കുറച്ച് ഇൻവൈറ്റഡ് ഗസ്റ്റ് കാര്യങ്ങളെല്ലാവരും ഉണ്ടാവും. സോ അതൊരു ഒഫീഷ്യൽ ലോഞ്ചായിട്ട് അനൗൺസ് ചെയ്യാം. പിന്നെ ധൃതി വയ്ക്കാത്തതിൻ്റെ കാരണം നമുക്ക് നമ്മുടെ കമ്പനി രജിസ്ട്രേഷനിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ട്, മീൻസ് ടെക്നിക്കലി നമ്മുടെ കുറച്ച് ഡോക്യുമെൻസിൻ്റെ ഒരു മിസ്മാച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ഡിലേ വന്നു. പിന്നെ നമ്മുടെ ലൈക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് വന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി ഡിലേ ആയി. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഡിലേ ആണ്. അപ്പോൾ അത് സൂൺ ഉണ്ടാവും. ഒഫീഷ്യൽ ലോഞ്ചായിട്ട് തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. സ്പൈ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 222. സ്പൈ ബ്രോ താങ്ക് യു സോ മച്ച്. കം ബാക്ക് ഗൈസ്. ഞാൻ ഓർമ്മ ആലിപ്പഴം പൂത്തപ്പോൾ കാക്കയ്ക്ക് വാപ്പുണ്ട്, അതാണ് സംഭവം. ഞാൻ കുറേ നാൾ കൂടിയിട്ട് ഇപ്പോൾ ടാബ് ഉണ്ടോ ഗൈസ്? ഇതൊക്കെ കണ്ടോ? സ്വന്തം ടാബ് കൊണ്ട് തന്ന് ഉമ്മാരെ ടാബാ, നിന്റെ ടാബ് ഇത് കണ്ടോ ഗൈസ്? തൗഫി ചാറ്റ് വായിക്കാൻ കഷ്ടപ്പാടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ടാബ് കൊണ്ടുവന്നു ചാറ്റ് വായിക്കാൻ വേണ്ടിയിട്ട്. ഇനി അപ്പുറത്തെ ഫോണിൽ ഇരുന്ന് ചാറ്റ് ഇടും. അപ്പോൾ ആ ചാറ്റ് ചെയ്യണം ഞാൻ വീണ്ടും വായിക്കണം. പക്ഷേ ഇത് ചെറിയ ലാഗ് ഉണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ചാറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഗൈസ് ഡു ലൈക്ക് ദ സ്ട്രീം ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് കിക്കിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം ഗൈസ്. കിക്കിലും കൂടെ ലൈവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റോട് കൂടി, അതായത് ലൈവ് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആരെയൊക്കെ സൂപ്പർ ചാറ്റ് മിസ് ചെയ്തു, ഞാൻ എല്ലാം വായിക്കാം. കിക്ക് ഫോളോ ചെയ്യാത്തവർ കിക്ക് ഫോളോ ചെയ്ത് വെച്ചോ ഗൈസ്. കിക്കിൽ എപ്പോഴും കറക്റ്റായി കിക്കിലുണ്ടാവണമെന്നല്ല, എന്നാലും കിക്കിലും ഞാൻ ലൈവ് വരും എന്നാണ്. കിക്കിൽ ലൈവ് വരുമ്പോൾ സ്ഥിരമായിട്ട് വരും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കിക്കിൽ ലൈവ് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇടാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, നോക്കാം. ട്രൈ മൈ ബെസ്റ്റാ. വാസോണിൻ്റെ ചെയറാണോ? അല്ലല്ല, ഇതെൻ്റെ ചെയർ തന്നെയല്ലോ. ഇത് ഞാൻ ഇരുന്ന് എല്ലാം തഴമ്പിച്ച ചെയറാണ്. എൻ്റെ ചന്തി വരെ തഴമ്പിച്ച ചെയറാണ് ഇത്. കംബാക്ക് ആണോ? കംബാക്ക് ഒന്നുമല്ല കേസ്, ഞാൻ സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഏകദേശം ഞാൻ എൻ്റെ ഒരു 4-5 വർഷമായിട്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ലൈവ് എന്ന് പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ ഒരു 4-5 വർഷമായിട്ടുള്ളൊരു ഡ്രീം പ്രൊജക്റ്റ്, എൻ്റെ ഒരു ഡ്രീം ബിസിനസ് കോൺസെപ്റ്റ്. അതായത് എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാമെന്നുള്ള ബിസിനസ്സും എൻ്റെ ലൈക്ക് ഫാമിലിയിൽ എല്ലാവരും ഇപ്പോൾ വാപ്പാടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ചെറിയൊരു കണ്ടിന്യൂറ്റി എടുത്ത് എനിക്കറിയാമെന്നുള്ള സോഫ്റ്റ്വെയർ ഫീൽഡും എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു ഓൺലൈൻ മീറ്റിൻ്റെ അത് ബ്രാൻഡായിട്ട്, അതായത് നോർമലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അല്ലാണ്ട് ഒരു ഭയങ്കര പ്രൊഫഷണലായിട്ട് ബ്രാൻഡായിട്ട് ഹൈജീനിക്കായിട്ട് കുറേ ലൈക്ക് ചിക്കനിൽ എന്ത് ഫീച്ചേഴ്സ് കൊണ്ടുവരാം എന്ന് ഞാൻ ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഞാനത് ലൈക്ക് വൺസ് ലോഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം.
ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ലൈക്ക് സെറ്റപ്പാണ് എല്ലാം. അപ്പോൾ ഞാനത് ലോഞ്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ കുറച്ചധികം പ്രഷർ, ടെൻഷൻ, അത് ഇതെന്നും പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഓടേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയി. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ലോഞ്ച് ഡെൽഫ്രസ് ഈസ് നോട്ട് ഗ്രീഡി ഡെൽഫ്രസ് അല്ലെ അതല്ല, ഞാൻ ഫ്രോസൺ അല്ല, ഫ്രഷ് മീറ്റ് ആണ്, പാക്ഡ് ആൻഡ് സംതിങ് അങ്ങനെയൊക്കെ. അതിൻ്റെയൊക്കെ കുറച്ച് ഡിജിറ്റൽ ചിക്കൻ അതെ അങ്ങനെയും പറയാം. ചീറ്റിംഗ് കിക്കിൽ ലൈവ് എടാ, കിക്കിൽ ലൈവ് ഞാൻ യൂട്യൂബിൽ വന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് ഞാൻ നാളെ തൊട്ട് ഇടാമെന്ന് വിചാരിച്ചു. ലൈറ്റ് ചിക്കൻ നിങ്ങൾ നോക്കോ. പിന്നെ വേറൊരു കേസ് ഗൈസ്, ഞാനപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രിവാൻഡ്രത്ത് ഉള്ളവർ മാത്രം തൽക്കാലം അതിനെ ഫോളോ അപ്പ് ഒക്കെ ചെയ്താൽ മതി കേട്ടോ. വേറെ ആരും ഫോളോ ഒന്നും ചെയ്യേണ്ട. കാരണം ഞാൻ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട എന്ന് ഞാൻ ഇങ്ങനെ ഇതിട്ട് പറയുന്നതല്ല. കാരണം ലൈക്ക് ഓർഗാനിക്കലി, അതായത് എനിക്ക് ട്രിവാൻഡ്രത്തുള്ളവരാണ് എൻ്റെ കൺസ്യൂമേഴ്സായിട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അവർ അത് ഫോളോ അപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. എല്ലാവരും അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ബട്ട് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യണം എന്നൊന്നും ഞാൻ വേറെ ആരും പറയത്തില്ല. ഇത് ട്രിവാൻഡ്രത്തുള്ളവർ മാത്രം ഒന്ന് ഫോളോ ചെയ്തിരുന്നാൽ മതി ഈ ഒരു കേസ്. മോസ്റ്റ് വ്യൂസ് കിക്കിൽ ഫോളോഡ് ആണോ? ഇപ്പോൾ നമ്മുടെ കിക്ക് അക്കൗണ്ടിൽ പഴയ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ പുതുതായിട്ട് ഇപ്പോൾ വന്നവരും കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഒരു ദിവസം വൈറ്റിൽ, കാരണം ഞാൻ ഇന്ന് വൈറ്റിൽ ലൈവ് വന്നില്ല, ഞാൻ നേരെ പോകുന്നത് കിക്കിലോട്ടാണെങ്കിൽ പിന്നെ ഞാൻ തിരിച്ച് വൈറ്റിലോട്ട് വരത്തില്ല. വൈറ്റിലെ മോണിറ്റൈസേഷനൊക്കെ ഡിസേബിൾ ആവും. നമ്മൾ വീണ്ടും ഒന്നേന്ന് ലൈവ് ഇട്ട് മോണിറ്റൈസേഷനും കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും കുത്തിയിരിക്കണം ഗൈസ്. സോ ഇതാകുമ്പോഴത്തേക്ക് വൈറ്റിൽ ഒരു ദിവസം വന്നിട്ട് മൈക്ക് കുറച്ച് കയറ്റി വയ്ക്കുമോ? മൈക്കിൻ്റെ സൗണ്ട് ഒരു അല്പം ഡള്ളായിരിക്കും. ഞാനിപ്പോൾ ശരിയാക്കാം ഗൈസ്. ഞാൻ വേറൊരു കാര്യം പറയാം, ഭയങ്കര ഔട്ട് ഓഫ് ടച്ച് ആണ് ഗൈസ്. ഔട്ട് ഓഫ് ടച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഔട്ട് ഓഫ് ടച്ച് ആണ്. എനിക്ക് എത്രത്തോളം പഴയ പോലത്തെ ഒരു ഫോം എന്നല്ല, ആ ഒരു ചെറിയ ഒരു ഇതിൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. കുറച്ച് ടൈം എടുക്കും. അയ്യോ, ബിലാൽ ബ്രോ വിളിച്ചോണ്ടിരിക്കുക. ബിലാൽ ബ്രോ, ഞാൻ ലൈവ് ആണ്, തിരിച്ചു വിളിക്കാവേ. ഞാൻ ലൈവ് തിരിച്ചു വിളിക്കാവേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഏത് ടൈമൊക്കെ ലൈവ് ചെയ്യുന്നത്? ഞാൻ മിക്കവാറും 8:30 ആയിരിക്കും കഴിച്ചു. 8:30 to 11 വല്ലതും ആയിരിക്കും മിക്കവാറും. ഈ ഉള്ള ദിവസമൊക്കെ ആയിരിക്കും വരുന്നത്. ഇല്ലാത്ത ദിവസവും വരും, ഉള്ള ദിവസവും വരും. അതാണ് കറന്റ് പ്ലാൻ. ഡെലിവറി ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞാൻ ഫുള്ള് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാനൊരു സെപ്പറേറ്റ് ഒരു ഇതിൽ വന്ന് തരാം. ഓക്കെ, അതിൻ്റെ വൺസ് ഒന്ന് ലോഞ്ച് കഴിയട്ടെ. നമ്മുടെ എക്സ്ക്ലൂസീവ് ഐഡിയാസൊക്കെ ലോഞ്ചിന് മുന്നേ അനൗൺസ് ചെയ്ത് ആരെങ്കിലും അടിച്ചോണ്ട് പോയാലോ. അതാണ് ബംഗാളി ബാബു എങ്ങനെ ഇതിൽ വരുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും ഗൈസ്. ഞാൻ എൻ്റെ ക്യാരക്ടർ അതേപോലെ പറിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അതായത് ഇനിയിപ്പോൾ എങ്ങനെ എനിക്കറിയണ്ട കേട്ടോ. ബംഗാളി ഭാഷയും കൊണ്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് സംസാരിച്ചില്ല ഇവന്മാർ പിടിച്ച് പുറത്താക്കുമോ? ഗൈസ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മൈക്ക് മാറി കിടക്കുമെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഇല്ല, ഫിഫേൻ SC3. ഓക്കെ ആണോ ഇപ്പോൾ? ഹലോ, ഇംഗ്ലീഷ് ബംഗാളി എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ വേറെ അടുത്ത് സംസാരിക്കാൻ പോകാതിരുന്നാ പോരെ. അരുൺ CB ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 AED. വെൽക്കം ബാക്ക് ബ്രോ. താങ്ക് യു സോ മച്ച് അരുൺ ബ്രോ, താങ്ക് യു സോ മച്ച്. ഞാൻ എല്ലാവരുടെയും ഒന്ന് വായിക്കാം കേട്ടോ. അരുൺ CB ബ്രോ, ബാറ്റ്മാൻ OP ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 8 SAR. സ്പൈ ബ്രോ, താങ്ക് യു സോ മച്ച്. അർജുൻ ബ്രോ, ബാബുശ്ശേരി, വെൽക്കം ബാക്ക്. ഇനി ഇവിടെ കാണും. ഫ്രാങ്കി ബ്രോ, FSQ നാഷ്, താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. അങ്ങനെ എല്ലാവർക്കും ആരെയും ലെസ്. മിന്നലെ, വെൽക്കം ടു സ്ട്രീം. സുബിൻ ബ്രോ, വെൽക്കം. വായിച്ചു. ഞാൻ ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം, അതുകൊണ്ടാണ്. സോ ഗൈസ്, അപ്പോൾ RP ഞാൻ പറഞ്ഞില്ലേ, RP ഗൈസ് മറ്റേ കാക്കയ്ക്ക് വാപ്പുണ്ട് വന്ന പോലെയാണ് ഗൈസ്. മറ്റേ ആലിപ്പഴ പോത്തപ്പോൾ, അതായത് ഞാൻ ലൈവ് ഇടാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ശരത്തേട്ടൻ്റെ അടുത്ത് വിളിച്ചു. ശരത്തേട്ട ഇതുപോലെ ലൈവൊക്കെ ഇട്ട് തുടങ്ങാം, കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഞാനിപ്പോൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഓവർ തിങ്ക് ചെയ്ത് ഞാൻ വേറെ വല്ല ഇതിലോട്ടും പോകും. ഭയങ്കര പ്രഷർ എന്ന് വെച്ചാൽ കേസ് ഞാൻ എടുക്കാതെ ഈ 2 മാസം എൻ്റെ തലയിൽ കൂടെ പോകാത്ത പ്രഷറല്ല. വേണമെങ്കിൽ ലിറ്ററലി എൻ്റെ തലയിൽ നിന്ന് ഈ പുകയൊക്കെ വരാൻ തുടങ്ങി. ഈ മുടിയൊക്കെ കണ്ടോ ഈ ചൂട് കാരണം, എൻ്റെ തലയിൽ ചൂട് കാരണം മുടിയെല്ലാം പോയി. അങ്ങനെ നല്ല രീതിയിൽ പ്രഷർ എടുത്ത് കഴിച്ചു. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ബ്രേക്ക്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഒരു ബിസിനസ്സിലോട്ടൊരു പോക്ക് പോകും. അത് കഴിഞ്ഞ് ബിസിനസ് ഒന്ന് ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇപ്പോൾ കറൻറ്റ്ലി എൻ്റെ ഒരു സൈഡിലെ ബിസിനസ്സൊക്കെ ഒരുവിധം ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ചെയ്തിട്ട് ഫാമിങ്ങിൻ്റെയും
കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാര്യങ്ങളും കൂടെയാണ് ഓട്ടോമേറ്റ് ചെയ്യാൻ ബാലൻസ് ഉള്ളത്. ഈ പുതുതായിട്ട് അതൊരു 2 മാസമെങ്കിലും എടുക്കുക. അപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്നെ കാണാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് ആൾ പോയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരും. ഓക്കെ എടാ ഇതെന്താ ഇത് തൗഫീ എടാ ബാല ഉടായിപ്പ് ഡേ ബാലനറിയാം കൈസ്, ബാലിനെല്ലാം അറിയാം. എടാ ഉടായിപ്പിന്റെ ഉസ്താദ് ഇവനാണ് കൈസ്, ഫസ്റ്റത്തെ ഉടായിപ്പിന്റെ ഉസ്താദ്. ഞാനേ സ്വിച്ച് ചെയ്ത് എൻ്റെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ പറ ഗൈസ്, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടന്നു? ഞാൻ പോയിട്ട് വന്നപ്പോഴേക്ക് ഒരു സെർവർ തന്നെ കാണാനില്ലാണ്ടായിപ്പോയി. തിരിച്ച് എല്ലാം ഇപ്പോൾ റെഡിയാക്കും, അപ്പോൾ അപ്പൻ എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പോയിട്ട് വന്നൊരു ഗ്യാപ്പിൽ എന്തൊക്കെയോ നടന്നു. തൗഫീ ലൈവ് കാണുന്നെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരാവോ? ഇതിൽ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് തരാവോ? ബോബൂട്ടാ കണ്ടില്ലടാ ചാറ്റ്. പ്രവീൺ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ബ്രോക്കൺ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നോക്ക്. അങ്ങനെയാണോ അതിനെ പറയുന്നത്? RDR സെയിം ക്യാരക്ടറല്ലേ ബാബു, ഇത് സെയിം സൗണ്ട് അല്ലേ? പിന്നെ അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ കഴിച്ച്. ഞാൻ വേറെ സൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് ക്ഷാമം നേരിടേണ്ടി വരും. IM ഏത് ബ്രാൻഡാണ് ബ്രോ? എടാ IM ഇതെന്താ ഇത്? മറ്റേ എടാ മറ്റേതില്ലടാ, അത് തന്നെ SRK. SRKയുടെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ നിങ്ങൾ? ഈഗിൾ ബ്രോ ഇന്നലെ ലൈവ് ഇട്ട് പറഞ്ഞല്ലോ, ഇനി എന്നെ കിണ്ടി ഓരോന്ന് നൈസായിട്ട് ചോദിക്കും കേട്ടോ. സൂപ്പർ ചാൻ സോഫ്റ്റ്വെയർ ഗൈസ്, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ ഇപ്പോൾ അനൗൺസ്മെന്റ് പറഞ്ഞോളൂ. തൗഫി എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്താ TX ഗെയിമിങ്ങിൻ്റെ അതിലും ഇല്ല. ഇത് കുഴപ്പമില്ല, ഞാൻ ഫോണിൽ നോക്കിക്കോളാം. ഇതിൽ ഭയങ്കര ആഡ് വരുന്നു, എനിക്ക് ചാറ്റ് മിസ്സാവുന്നു. ഫൈനലിന് ഇവിടെ ജംഗ്ഷനിൽ നമ്മൾ മറ്റേ LED സ്ക്രീനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. VC പോ. ഞാൻ VCയിലുണ്ടാ. ഇവരൊക്കെ എന്ത് ചെയ്യുക VCയിൽ? വാറ്റ് RPയിലാണോ? ലൈവാണോ? ഇതിൽ വെള്ളം ബാബു നീ മറ്റേ വോയിസ് ചാറ്റ് ഒക്കെ സെറ്റ് ചെയ്താ? ഇല്ല, അതൊക്കെ എങ്ങനെ ചെയ്യുന്നേ? അത് സെറ്റിംഗ്സ് ഉറപ്പുണ്ട്. പിന്നെ സ്കോർ വോളിയം ഫുള്ള് 0 ആക്കി ഇടണം. അളിയാ ഒന്നും അറിഞ്ഞൂടാ. നീ ലൈവാണോ? അല്ലല്ല, അപ്പൊ പറഞ്ഞ ഇവന്റെ ഈ ഒരു എറർ എന്തിരുന്നു നോക്കട്ടെ. നീ അത് സെറ്റ് ആക്കിട്ട് എനിക്ക് പറഞ്ഞ. അല്ല കുഴപ്പമില്ല, അത് കുഴപ്പമില്ലടാ. നീയാണല്ലോ ഇപ്പൊ പീക്ക് RP. നീനൊക്കെ ധൈര്യമായിട്ട് ചെയ്ത് നിനക്ക് പറഞ്ഞു തന്നിട്ട് മതി എനിക്ക്. ഞങ്ങളൊക്കെ ഔട്ട് ഓഫ് ഫോം XRP പ്ലേയേഴ്സ് ആണ്. XRP പ്ലേയേഴ്സ്. അയ്യോ, ഒരു ശവം കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ശവമായിട്ട് പിന്നെ കണ്ടിട്ടില്ല. അന്ന് കൊണ്ടുവന്ന ശവപ്പെട്ടിയിൽ അടുത്ത് വരുന്നത് ഞാനായിരിക്കും എന്നാടാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നൈസായിട്ട് വന്നത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനം എന്താണെന്നറിയോ? സെർവർ പോലും ഇല്ല. ഈ സമാധാനം അല്ല ഉദ്ദേശിച്ചത്. അപ്പം സമാധാനങ്ങളുണ്ടോ പല കാര്യത്തിലും? ഇല്ലടാ, പക്ഷെ ഇനിയിപ്പോ സെർവറൊക്കെ റീസെറ്റ് ആയി വന്ന അടുത്ത ലോഞ്ച് വരുമ്പോ വീണ്ടും കുറെ നാളെ പീക്ക് RP കിട്ടും. മരം വെട്ടാനും പട്ടിയെ പിടിക്കാനും പാല് ഇറക്കാനൊക്കെ പോണം. അതുകൊണ്ട് RPക്ക് ഒരു പഞ്ഞുണ്ടാവില്ല. ഇനി അടിയും വെടിവെപ്പിനും ഒരു ചെറിയൊരു ഇളവ് കിട്ടും കേട്ടോ. മറ്റേ കുറച്ച് നാളത്തേക്ക് പണിയെടുത്ത് ഇനി കാശുണ്ടാക്കിയിട്ടേ വെടിവെപ്പും അടിയുള്ളൂ. അതുകൊണ്ട് ഒരു അത്ര ദിവസം എന്തായാലും അതെ ഫ്രീ ആയിട്ട്. ഞാൻ അടുത്ത മാസം ബിസി ആവുന്ന സമയം തൊട്ട് വീണ്ടും വെടിവെപ്പ് തുടങ്ങും. ഞാൻ തിരിച്ചു നമ്മളോടൊന്നും പഴയ സ്നേഹമില്ല. തീവണ്ടി ഞാൻ പിന്നെ ലൈവ് എന്നല്ലേ നിന്റെ അടുത്ത് പറഞ്ഞേ? ഞാൻ വൈറ്റി അല്ല, നമ്മള് വൈറ്റിയിൽ വന്നിട്ട് എല്ലാരെ കൊണ്ട് കിക്ക് ഫോളോ അപ്പ് ചെയ്യാണേ ഗൈസ്. ഫോളോ കിക്കാ ഗെയിമിംഗ് വൈറ്റി എന്നൊക്കെ അടിച്ചിട്ട് എത്ര നാളായി? അളിയ ഫബ് ചെയ്തിട്ടില്ലേ? ഇപ്പോഴും സെർച്ച് ചെയ്ത് തന്നെ എടുക്കണോ? അല്ല, എനിക്ക് നോട്ടിഫിക്കേഷൻ അത് ആർക്കും വരത്തില്ലല്ലോ ഇത്രയും നാൾ വരാത്തത് കൊണ്ട്. ഇന്ന് ഞാൻ ലൈവ് ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ നാളെ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാം, ബാബുശ്ശേരി തിരിച്ചു വന്നു പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന്. ഇത് തന്നെ ആയിരിക്കും കമന്റ് നാളെ. റിയൽ OG എന്റർടൈനർ ഈസ് ബാക്ക്. കണ്ണു വെച്ച് തീർന്ന്. അല്ലെ ഔട്ട് ഓഫ് ടച്ച് ആണ്. വാമിംഗ് അപ്പ് ആണ് കേട്ടോ. വാമപ്പ് ആണേ. നീ അവന് പറഞ്ഞോ, എനിക്ക് സമയമുണ്ട്. ഇവിടെ
നമ്മുടെ പരുന്ന് ബാച്ചു ബോച്ച് വരുന്ന വരെ സമയമുണ്ട്. നീ ബീറ്റ് ആക്കിയേ. ബീറ്റ് ക്ലോസ് ചെയ്യണം. അതിന് ക്ലോസ് ചെയ്തിട്ട് എടുത്തോ. എടാ നിങ്ങൾ എല്ലാരും വാസു അണ്ണാന്നൊന്നും വിളിക്കില്ല കേട്ടോ. വാസു എൽഡർ ബ്രദർ അങ്ങനെ വേണം വിളിക്കാൻ. എന്താ അണ്ണൻ എൽഡർ ബ്രദർ. ഓ അങ്ങനെ ആയത്? നമ്മള് ഞാൻ പറഞ്ഞത് നമ്മള് കുറെ നാളായിട്ട് പ്രൊഫഷണൽ ആയിട്ടാണ് ബിസിനസ് ഡീലിങ്സ് കാര്യങ്ങളൊക്കെ. മോഡേൺ അല്ല, നമ്മൾ ഇച്ചിരി പ്രൊഫഷണൽ ആണ് ഇപ്പൊ. ഞാൻ തന്നെ വിളിക്കാൻ സന്ദർഭം എന്താ? ഈ ബിസിനസ്സിലായാലും എൽഡർ ബ്രദർ എന്ന് വിളിക്കാനുള്ള സന്ദർഭം എന്താ? അല്ല, വെറും ബ്രദർ എന്നാണ് വിളിക്കാറ് സാധാരണ. നമ്മുടെ എൽഡർ ബ്രദർ എന്ന് വെച്ചത് അണ്ണൻ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് വിളിച്ചത്. അല്ല, ഈ സന്ദർഭം എന്താ നീ വിളിച്ചു തുടങ്ങിയതിന്റെ? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഇതിന് വേറെ അർത്ഥം ഉണ്ടോന്ന് അറിയില്ല. നീയാണ് അവിടെ, നീ ഇപ്പൊ എൽഡർ ബ്രദർ എന്ന് വിളിച്ച് വല്ല കാര്യം ഒപ്പിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയണോ പറ്റേ. അല്ല, ബിസിനസ് തുടങ്ങുമ്പോ ഇവിടെ ബ്രോ എന്ന് മാത്രം വിളിച്ചാൽ മതി. നീ ഇനിയിപ്പോ അവിടെ അമേരിക്കയിലായോണ്ട് ഇന്നലെ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞോളൂ നിനക്ക് 200K ആക്കണോന്ന്. അലയില്ല ആ പരിപാടിക്ക് വേണ്ടി ഞാൻ ഈ ചെറ്റ പരിപാടി നിന്നെ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ 200K ഉണ്ടാക്കണ്ട. ഞാൻ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള 200K ഉണ്ടാക്കോടാ. അയ്യോ അണ്ണനെ വിട്ടാണല്ലേ അല്ല ഇല്ല. നിങ്ങൾക്കൊരാളെ കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ കാത്തിരുന്ന ഒരാളെ കാണിച്ചു തരാം ഞാൻ. പണ്ട് ക്യാമറ കയറ്റി ഇരുത്തിയിരുന്നല്ലേ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ക്യാമറ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ അങ്ങ് പോവും. എവിടെ ആര് പണ്ടേടാ എണീപ്പിച്ച് നിർത്തുമായിരുന്നടാ ക്യാമറ കാണാൻ വേണ്ടിട്ട്. ഹലോ ഗൈസ് പറ, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം പറ. ഇനി ഞാൻ പറഞ്ഞു നീ ക്യാമറയ്ക്ക് എത്തുന്ന സമയമാകുമ്പോ നീ വേണം ലൈവ് ഇടാനെന്ന്. എനിക്ക് വയ്യ ഈ ജോലി ചെയ്തോണ്ടിരിക്കാൻ. നീ വേണം ഇനി എന്നെ നോക്കാൻ ലൈവ് ഒക്കെ ഇട്ടിട്ട്. പേടിച്ചിരുന്നേ കാണത്തില്ല. ഇത് തന്നെ ഞാനും പറയണത്. പോ, എനിക്ക് വയ്യ ലൈവ് ഇടാനെന്ന്. എല്ലാവർക്കും ഹായ് പറ, എല്ലാവർക്കും ഹായ് പറ. കൊറേ നാളല്ലേ കണ്ടിട്ട്. നിനക്ക് ഓർമ്മ ഉണ്ടാ? നമ്മളെ പോലെ തന്നെ കൊച്ചിലെ മുതൽ ഇത് മുതൽ നിന്നെ കണ്ടോണ്ടിരിക്കുന്നവരുണ്ട് കൊറേ പേര് ഇതിനകത്ത്. ഭയങ്കര സീനാണ് ഗൈസ്, ഭയങ്കര നാക്കുകാരി. പൊടി, നീ പോ, നീ പോയേ. ഭയങ്കര സീനാണ് ഗൈസ്, തറവല്ല. പറയുന്നതിനെല്ലാം മറുപടി. എന്റെ ഉമ്മ അളിയാ മാറ്റേ ഒരു ദിവസമാടാ മാറ്റേ ഒരു ദിവസം അളിയാ. ഞാൻ ഇവിടെ താഴെ ഉമ്മാരും ഇവിടെയും ബഹളം കേട്ടോണ്ടിരിക്കണ കേട്ടാ. പെട്ടെന്ന് ഞാൻ കുറച്ചു നേരം ഞാൻ നോക്കിയിട്ട് സൗണ്ട് പെട്ടെന്ന് നിന്ന്. ഉമ്മാടെ സൗണ്ട് കേൾക്കുന്നില്ല, ഇവിടെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടാ. താഴെ പോയി നോക്കിയപ്പോടാ ഉമ്മാരെ വായിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നടാ. ഇവിടെ സത്യമായിട്ടാ ഉമ്മാരെ വായിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ട് ഇവിടെ നിന്റെ കിഡ്നി അളിയാ പോടാ. എന്താ സീൻ എന്തെന്നറിയാവോ? ഈ ഇടയ്ക്ക് ഇതുപോലെ ഇരുന്നിട്ട് കുറെ സീനുകളുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് ഇതുപോലെ ഇരുന്നിട്ട് തൗഫീയുടെ അടുത്ത് തൗഫിയും ഞാനിങ്ങനെ ചുമ്മാ തമാശ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവളും എന്റെ സൈഡ്, ഇസായും എന്റെ സൈഡ് കേട്ടാ. അപ്പൊ തൗഫി പറയണം ഞാൻ പോകണം, ഞാൻ എന്റെ വീട്ടിൽ പോകണമെന്ന്. ഉടനെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഊബർ ബുക്ക് ചെയ്യാൻ പറയണ്ട. എന്റെ ഫോൺ എടുത്ത് തന്നിട്ട് ഊബർ അല്ല ഓട്ടോ പിടിച്ചു കൊടുക്കാൻ ഫോൺ എടുത്താൽ നമ്മള്. കാരണം എപ്പോഴും ഇവിടെ ഊബർ എടുക്കുന്നത് അറിയാം അവക്ക്. ഉടനെ ഫോൺ എടുത്തിട്ട് ഓട്ടോ പിടിച്ചു കൊടുക്കാൻ. ഇതൊക്കെ ഭയങ്കര സീനാണ്. എന്റെ ചോര പോലെ എനിക്ക് ചില സമയങ്ങളിലെ ഹലോ ഗൈസ്, സ്ട്രീം അത് ചെയ്യാൻ നീ റെഗുലർ സ്ട്രീമർ അല്ലേ? എന്താണ് ഇത്തവണെങ്കിലും ആ PS5 കളിക്കാൻ കൊടുത്ത ആർക്ക് വലുതായില്ലേ? എടാ PS5 ഒക്കെ എടുത്തോണ്ട് പോയി ഇവിടെ നിന്ന് ഒരുത്തൻ. ഇന്ന് കൊണ്ടുവരാ നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്. മൈൽസ് മൊറാൽസ് എന്റെ അടുത്ത് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തരാം, കളിച്ചിട്ട് തരാം. ഏതൊരു ഗെയിം കളിക്കാൻ സ്പൈഡർമാൻ ഇറങ്ങിയ സമയത്ത് കളിച്ചിട്ട് തരാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഞാൻ എന്തായാലും കച്ചവടത്തിന്റെ പുറകെ കുറച്ച് ദിവസം പോയി കളിക്കണമെങ്കിൽ കളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കൊടുത്തു വിട്ടു. ഇപ്പൊ പിന്നെ വിളിച്ചപ്പോഴത്തേക്ക് അവ ഇച്ചിരി തിരക്കാണ്, പിന്നെ വിളിക്കാന്ന്. സൂപ്പർ. അപ്പൊ കുറച്ച് തിരക്കാണ്, എപ്പോഴും വിളിക്കണമെന്നില്ല, എനിക്കറിയാം, ഞാൻ കൊണ്ട് തന്നോളാന്ന് പറയും. എടാ പിന്നെ PS6 ഇറങ്ങുമ്പോഴേ അതിന്റെ ഒരു കേസ് എനിക്ക് വാങ്ങിച്ചു തരണം കേട്ടോ. ഈ PS5 മണ്ടേ തന്നെ ഇട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കണം എനിക്ക് ഒരാൾക്ക്.
PS6 കുറച്ചുകൂടെ അടപ്പിട്ട് ഞാൻ തിരിച്ച് PS6 ആയിട്ട് കൊണ്ടുകൊടുക്കടാ. ചെലപ്പോ ഡിസൈൻ മാറത്തില്ല, ഒരു ഓട്ടോ ഒട്ടിച്ച കേറാം. ഓ അതേനാ GT6 മിക്കവാറും എനിക്ക് തോന്നുന്നു PS6 സൈഡിൽ 4 വരെ ആയിരിക്കും, ഇതിപ്പോ 3 വരെ ഉള്ളൂ. ഒരു വരയും കൂടെ എക്സ്ട്രാ വരച്ചിട്ട് കൊണ്ടുകൊടുക്കാം. ലിങ്ക് ഒന്ന് വെച്ചിട്ടോ. ഇപ്പം GTA6 കൂടി കളിച്ചിട്ട് തരും. സത്യം ഞാൻ GTA6 ബുക്ക് ചെയ്യാനാണ് അവന്റെ കൊണ്ടുവരാൻ പറഞ്ഞത്. പാവം അവൻ കൊണ്ടൊക്കെ വരും കഴിച്ചു. ഞാൻ അവൻ വിളിച്ച ഒരു ദിവസം കൊണ്ടുവരട്ടെ ചോദിച്ചപ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ അവൻ പറഞ്ഞു അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഗോകു എന്റെ ബാൻ എന്തായാലും ചെയ്യൂ. എടാ നിനക്ക് ഇവിടെ ബാന്? എനിക്ക് അവിടെ ബാന് കിട്ടി. ഇവൻ എന്തിനാടാ ബാന്? എനിക്കറിയില്ല. അയ്യോ ഞാൻ പീക്കഴപ്പ്. അയ്യോ ഇതാരും മരിച്ചുപോയ പിത്താജി. ഞാൻ വലിച്ചിടണോ? എന്നെയാണോ അല്ലേ പോയിട്ടോ അളിയാ. ഗോകുനെ തെറി വിളി കിട്ടുന്ന കേസാണെന്ന് പറയുമ്പോ നിനക്കെന്താ ഒരു കൺഫ്യൂഷൻ എന്നെയാണോ എന്നൊക്കെ? ഒന്നുമില്ല, എഴുത്ത് ചാടി പിടിച്ചോളണം. ആ സ്ക്രീൻ ഇട്ടരാ. ഒറ്റ ബുദ്ധി കാണിച്ച് സ്ക്രീന് ഒറ്റ ബുദ്ധിയൊന്നുമല്ല ബാബുശ്ശേരി, അതൊന്നുമല്ല. ഞാൻ അവിടെ 6 വർഷം കളിക്കുന്ന ഒരു പ്ലെയറിനോട് ചോദിച്ചു മദർ ഫക്രത വിളിച്ചോട്ടേന്ന്. വിളിച്ചോന്ന് ആള് മാറിപ്പോയി, വിളിച്ചത് അഡ്മിൻ ആയി പോയി. സിറ്റുവേഷൻ ഉള്ള ആളല്ലായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? ഹാർഡ്വെയർ ബാനാണ് കിട്ടിയേക്കണേ. ഹാർഡ്വെയർ ബാനോ? പിന്നല്ല, അതിനകത്ത് മറ്റേ ബാനൊന്നും കിട്ടൂല. എടാ ഇപ്പൊ എന്തൊക്കെ ചെയ്ത ബാൻ കിട്ടും ആദ്യമേ പറ. നമ്മള് ഇനിയിപ്പോ അറിഞ്ഞൂടാ. അതിനകത്ത് 44 hours നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അഡ്മിൻസ് ഫുള്ളി ഇങ്ങനെ സ്പെക്യോണ്ടിരിക്കുമായിരിക്കും നമ്മൾ എന്തെങ്കിലും അപരാധം കാണിക്കുന്നുണ്ടോ. 44 മണിക്കൂർ കഴിഞ്ഞാലോ? 44 മണിക്കൂർ വരെ നമ്മൾ സ്പെക്യോണ്ടിരിക്കുമായിരിക്കും അവര്. ആ സമയത്ത് നമ്മൾ സിറ്റുവേഷൻ എടുക്കല് മാക്സിമം ഇംഗ്ലീഷ് മാത്രം പറഞ്ഞ് മര്യാദക്ക് പോവാ. ഇംഗ്ലീഷ് പറയാനോ? പിന്നെ അത് ഇംഗ്ലീഷ് സെർവർ അല്ലേ എന്ന് വെച്ചാ നമ്മള് മലയാളീസ് മാത്രമാണെങ്കിൽ മലയാളം പറയാം. ആ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പറയാൻ പാടുള്ളൂ പുറത്തുനിന്ന്. അപ്പൊ റെഡം ലോഡ് ചെയ്ത് വെക്കാം. റെഡം ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റി ഒന്ന് കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. മരിച്ച ആളൊക്കെ ഇങ്ങനെയൊക്കെ പിത്തലിച്ച് മരിച്ചതാ ഗെയിമില്. പിന്നെ കൊന്ന് നമ്മള് അവിടെ ശവഗുരുവിടാൻ വരെ ഉണ്ട്. ബ്ലോഗ് അയ്യോ ബ്ലോഗ് കണ്ട ഡ്രൈവറിന്റെ ബ്ലോഗ് കണ്ട. ഒരു മിനിറ്റ് ഇത്തിരി ലൈറ്റ് ഇട്ടാലേ കിട്ടത്തുള്ളൂ കേട്ടോ. എന്റെ AI ഫീച്ചേഴ്സ് ഒക്കെ ഓഫ് ചെയ്ത് ഞാൻ. സ്നൈപ്പിന് ബാൻ മാറ്റി കൊടുത്തു. പോടാ, എനിക്ക് മാറ്റി തന്നില്ല അവന്മാര്. എനിക്ക് ഞാൻ ആധാർ കാർഡൊക്കെ അയച്ചു കൊടുത്ത് പറയോ എനിക്ക് 11 വയസ്സേ ഉള്ളൂ. പിന്നെയും കുഴപ്പമില്ല. എന്ത് പറയാനാണ്. AI ഫീച്ചേഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലേ ഈ കമ്പ്യൂട്ടർ താങ്ങത്തില്ല. അതുകൊണ്ട് AI ഫീച്ചേഴ്സ് എല്ലാം ഓഫ് ചെയ്യാം. അത് നെക്സ്റ്റ് ജെൻ PC ആണ്. 5 വർഷത്തോളം കൺട്രോൾ നിർത്തി. എന്റെ സെയിം ഇത്രയും മതിയല്ലോ നമുക്ക് ക്യാമറ. എന്തിനാ ഒരുപാട് ക്യാമറ വലുതാക്കി വെച്ചിട്ട്? ഇത്രയും മതി. ബ്രോ ലൈവ് വാസ് നോട്ട് സ്റ്റാർട്ടഡ്, ഹി വാസ് പ്ലേയിങ്. വാട്ട്? ഇത് നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് ആയോടാ ഈ ചാനൽ കണ്ടിട്ട്? 18+ ആഡ്. 18+ ആഡോ? എപ്പോൾ കണ്ടു? എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്താക്കി. അതിനകത്ത് RDR-ലായിരിക്കും. അതിനകത്ത് ഭയങ്കര നമ്മുടെ യൂട്യൂബിന്റെ ടൈറ്റിൽ 18+ ആക്കാനായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചത്. ആക്കിക്കോട്ടെ, അല്ലെങ്കിൽ അത് പോട്ടോ ചാനലടിച്ചു പോവും. പിള്ളേര് കണ്ട ഡെബിൻ ബ്രോ താങ്ക് യു സോ മച്ച് 40 rupees സൂപ്പർ ചാറ്റ്. വെൽക്കം ടു ദ സ്ട്രീം. 18+ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 18+ കൊടുക്കുമ്പോ ഇനി ഇവിടെ എന്നെ അറിയുന്ന കുറെ പേരുടെ വാപ്പ കയറി പറഞ്ഞു ഇപ്പം യൂട്യൂബൊക്കെ ചെയ്ത് വലിയ മറ്റവനായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കടാ. അവരൊക്കെ ചാനൽ എടുത്ത് നോക്കുമ്പോ ആദ്യം കാണുന്നത് 18+ ലൈവ് എന്നൊക്കെ. ഷിറ്റ് അളിയ നീ മറ്റേ ഇന്നലെ പറഞ്ഞ ആ ട്രിക്കാണ് ഉപയോഗിക്കാൻ പോണ? ഏതാ? ഒരു 2 മണിക്കൂർ സംസാരിച്ചിരുന്നിട്ട് ഇവരെ പറ്റിച്ചിട്ടങ്ങ് പോവാന്ന്. കഴിവേറി ഞാൻ RP കയറാൻ പോവാ. RDR കേട്ടോ. അനാവശ്യം പറയല്ലേ എന്നെ പറ്റി എന്റെ വ്യൂവേഴ്സിനോട് കേട്ടോ. അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. I won't cheat them. വൈറ്റ് ലിസ്റ്റ് എങ്ങനെ എടുക്കുന്നത്? അത് പെട്ടെന്ന് ഇട്ടത് ഗോകു പറയടാ ആരെന്ന് വെച്ചാ വിളിക്കേ. നീ കേറിയില്ലെന്നാ അവര്? അത് കേറിയിട്ട് നീ ചെയ്തല്ലോ ഇന്നലെ? ഇല്ല ഒന്നും ചെയ്തില്ല ഞാൻ. സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാം സെറ്റ് ചെയ്താ
അപ്പൊ ഗൈസ് RDR RP കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിയെടുക്കാം. ട്യൂട്ടോറിയൽ ബൈ ഗോകു ആൻഡ് സെർവർ ആക്സസ് ക്ലിക്ക് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ബൈ ലിസ്റ്റ് ആയി. താങ്ക് യു ഫോർ ദ വൈറ്റ് ലിസ്റ്റ് ഗോകു. ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇതായിരുന്നു വൈറ്റ് ലിസ്റ്റ് എടുക്കാനുള്ള ഒരേ ഒരു ട്രിക്ക്. ഇത് ഷോർട്ട് സ്റ്റോറി ഇടാൻ പറ്റത്തില്ല. ഷോർട്സ് ഇടണമെങ്കിൽ മിനിമം 4 സെക്കൻഡ് വേണം. ഇനി ഒരെണ്ണം എടുത്ത് ഇനി എന്ത് ചെയ്യണം? ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കാണിച്ചേ, പവർ കാണിച്ചേ. എങ്ങനെയാടാ അതെങ്ങനെയാടാ കിക്കി കിടന്ന് ഞെരിച്ച് സ്ട്രീം ചെയ്യുന്നവന്മാരൊക്കെ ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. കിക്കില് അത് പറഞ്ഞ പോലെ എനിക്ക് നാളെ തൊട്ട് ഞെരിച്ച് ചെയ്യാനുള്ളത്. നിങ്ങളൊന്ന് ഫോളോ ചെയ്തേ എന്നെ. അളിയാ ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ വൈറ്റിയിൽ വന്നതിന്റെ മെയിൻ റീസൺ എന്താ അറിയാളിയാ, ഒരിക്കൽ കിക്കിലോട്ട് പോയാൽ പിന്നെ വൈറ്റിയിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിന്റെ മോണിറ്റൈസേഷൻ സാധനങ്ങളെല്ലാം ക്യാൻസൽ ആയി പോകും കൺഫേം ആയിട്ട്. അതെ 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 അതെ. ഗോകുവിന്റെ ഒരു അവസ്ഥ കഴിച്ചു. രാവിലെ ഫുള്ള് സ്ട്രീം ചെയ്യണം, വൈകിട്ട് ഫുള്ള് വേവിക്കണം, പാത്രം കഴുകണം. എനിക്ക് അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല. കാരണം ഞാൻ ഗെയിം കളിക്കുന്നില്ലായിരുന്നല്ലോ. ഫുൾ ടൈം ഇതൊക്കെ തൗഫീനെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല കേട്ടോ. ഒറ്റ മിനിറ്റ്, ഒരു എമർജൻസി കോളാണ്. ഒറ്റ മിനിറ്റ്. ഹലോ ഞാനിപ്പോ പറഞ്ഞുതരാവേ. അങ്ങനെ കളിക്കാൻ നീ ഇതുവരെ കേട്ടില്ലല്ലോ. ഞാൻ ഇവിടെ കേറിയിട്ടില്ല. ഞാൻ ഫോർഗോട്ടൻ ഡ്രീംസ് ഒക്കെ കളിച്ചിട്ടുള്ളതാണ്. മറ്റേ സെർവറിലുള്ളതാണ് അവൻ. അവിടെ കുറഞ്ഞു ഇന്നലത്തെ 5 കുറവ്. എടാ ഞാൻ കാണിച്ചിട്ടില്ല, നീ ആദ്യമായിട്ടല്ലേ കേറുന്നേ? ഇല്ലല്ലേ, ഞാൻ ആക്ച്വലി കളിച്ചിട്ടുണ്ട് വരണ ഇതിനു മുമ്പ്. ബട്ട് ഇവിടെ ഞാൻ കേറിയിട്ടില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? അല്ല ഈ സെർവർ കേറിട്ടില്ലല്ലോ. സുഖമാണോ? കോഴിക്കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങനെ പോകുന്നു. ഇതുപോലെ ഇടയ്ക്ക് ഓരോ കോള് വരും, എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു, എത്ര തന്നെ. ഇപ്പൊ പിന്നെ സിമ്പിൾ ആക്കിയിട്ടുണ്ട് കച്ചവടമൊക്കെ, സിംപ്ലിഫൈഡ്. ഇത് സംസാരിക്കാനോ എന്ത് ചെയ്യണം? ഇനി അടുത്ത റെഡം എടുത്താൽ മതിയോ? ഞാൻ പറഞ്ഞു അടിയിലേക്കോ അവന് പറഞ്ഞു കൊടുക്കാടാ, കാരണം അവൻ പെർമനന്റ് ബാൻ കിട്ടിയ ഒരുത്തനാ. നിനക്കൊരു കാര്യം അറിയാളിയാ, മുച്ചിരിക്ക് ബാൻ കിട്ടിയട്ടാ. മുച്ചിരി എന്നിട്ട് പോയിട്ട് ടിക്കറ്റ് വലിച്ച്, എന്നിട്ട് ബാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ 18 അവന്റെ സൗണ്ട് ഇട്ടിട്ട് 18 വയസ്സായില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്മാര് ബാൻ കൊടുത്തിട്ട് ടിക്കറ്റ് വലിച്ച്. ടിക്കറ്റ് വലിച്ചപ്പോ ഇവന്മാര് പറഞ്ഞ് നിന്റെ ID കാർഡിന്റെ ഫോട്ടോ അയക്കണമെന്ന്. അപ്പൊ ആശാൻ ആധാറിന്റെ ഈ കോഡൊക്കെ ബ്ലർ ചെയ്ത് കോഡൊക്കെ ബ്ലർ ചെയ്ത് ഇവൻ സ്ട്രീം ചെയ്യുന്നതിന്റെ ഒരു അരമണിക്കൂർ ഇവൻ ഇതിനായിരിക്കും പോണത്. ഇല്ല കേസില്ല, കഴിഞ്ഞു. ഇനി ഒറ്റ കോളേ വരാനുള്ളൂ. അത് കഴിഞ്ഞ് ഇനി അതും കാത്തിരിക്കാനുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്താ. നീ അങ്ങനെ എന്നെ പറ്റി മോശം സംസാരിക്കല്ലേ ആറ്റാനി. ഐഡിയ ഒക്കെ പറഞ്ഞപ്പോ ആദ്യം അയച്ചു കൊടുത്ത് ആധാർ കാർഡ് മറ്റേ എല്ലാം ബ്ലർ ചെയ്ത് ഫോട്ടോയും ഇത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കാണിച്ചുകൊണ്ട് അയച്ചു. അപ്പോഴേ അവന്മാർക്ക് ഡൗട്ട് തോന്നി. അവന്മാർ പറഞ്ഞു അല്ല ബ്ലറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം അയക്കണമെന്ന്. അപ്പൊ ആശ എന്റെ അടുത്തൊന്ന് പറഞ്ഞ് അണ്ണാ ഇന്ത്യക്കാരാണെങ്കിൽ പിന്നെ വിശ്വസിക്കാം, യുവന്മാരടുത്ത് എങ്ങനെ ഞാൻ അയച്ചു കൊടുക്കും എന്നൊക്കെ. പറഞ്ഞു നീ അയച്ചു കൊടുത്ത കുഴപ്പമൊന്നുമില്ല, അതൊക്കെ റോക്സ്റ്റാർ അറിയാതെ സർവീസാണ്. അപ്പൊ എന്നിട്ട് പിന്നെ ശരിക്കും ആധാർ അയച്ചു കൊടുത്തോ? അല്ല ആധാർ ID അയച്ചു കൊടുക്കണം, പ്രൂഫ്, ID പ്രൂഫ്. ഇവിടെ കളിക്കാനോ ഇപ്പോ? അല്ലല്ല, അവന്റെ സൗണ്ട് ഇട്ടിട്ട് 18 ആയിട്ട് തോന്നില്ല, കാരണം ഇത് റോക്സ്റ്റാർ റെക്കഗ്നൈസ്ഡ് ആണ്. നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റൂ. എന്നിട്ട് അവന്മാര് പറഞ്ഞ് ID കാർഡ് ബാക്ക്ഗ്രൗണ്ട് ടിക്കറ്റ് കാണിച്ചിട്ട് ആക്കണം എന്ന് പറഞ്ഞു. ആശൻ എല്ലാം ചോദിച്ചറിഞ്ഞ്, അതായത് എന്തിനാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ടിക്കറ്റ് കാണിക്കണോ, എന്നിട്ട് അത് ഫോട്ടോ എല്ലാം പറഞ്ഞു. എന്നിട്ട് അവൻ അയച്ചു കൊടുത്തത് അവന്റെ ഭിത്തിയില് ചേർന്ന് നിന്നിട്ട് അവന്റെ മോന്തയും കാണിച്ചോണ്ട് ID കാർഡ് പിടിച്ചു വെക്കുന്ന ഫോട്ടോ അയച്ചു കൊടുത്തു. അവന്മാർക്ക് കുളം കയറി നിന്നിട്ട് അവന്മാര് കിക്ക് ചെയ്ത് ബാൻ ചെയ്ത് കളഞ്ഞു ഡിസ്കോഡിൽ നിന്ന്. പിന്നെന്ത് നീ സംസാരിച്ചാ? എന്തൊരു സംസാരിക്കാൻ, അവിടുത്തെ അഡ്മിനും നമ്മൾ കൂട്ടമില്ല. ഒരു ഇത് ആരെ കാര്യം ഏവല്ലേ?
മുച്ചിരിയോ അവന് 18 ആയല്ലോ ഈ ഇടയ്ക്ക്. പക്ഷേ ആയി അവന്മാര് പറയുന്ന പോലെ ചെയ്ത് കൊടുക്കണ്ടേ. ആദ്യം ബ്ലർ തയ്ച്ചു കൊടുത്ത്, രണ്ടാമത് ഭിത്തി ചേർന്ന് തയ്ച്ചു കൊടുത്ത്, അത് ഒരു 10 പാരഗ്രാഫ് അവന്മാർ അയച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നിട്ടും പിന്നെ ഇങ്ങനെ അയച്ചു കൊടുത്താൽ എടോ അവര് ഇംഗ്ലീഷിൽ ചെറിയൊരു പ്രശ്നക്കുറവുണ്ടടാ. ഗോകു ബല 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 ഏബിൾ ബാൻ. കേറാത്ത ഇവനെങ്ങനെ കേറാത്തവരെങ്ങനെയാ നീ ബാൻ വെച്ചെടുത്തേ? ഇവരെ മറ്റേ ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല, അപ്പൊ ബാൻഡ് അല്ലേ ആ ലിങ്ക് ഒന്ന് അയച്ചു വേറെ ഡിസ്കോഡ് എല്ലാം ഉണ്ടാക്കിയിട്ട് അളിയ ഇതിലെ എന്റർടൈൻമെന്റിന് ഹണ്ടിങ് ഒക്കെ ഉണ്ടോ എല്ലാം ഉണ്ടല്ലിയാ അളിയ? പിന്നെ ലൈവ് കഴിഞ്ഞിട്ട് എനിക്കൊരു നമുക്കൊരു സ്ഥലം വരെ പോടെ കേട്ടാ. ഞാൻ ഇനി പ്രശ്നം അവതരിക്കാൻ വേണ്ടി കിക്കിന് മെസ്സേജ് അയച്ചു കൊടുത്തു. ഇത് ഇങ്ങനെ കാണിക്കുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്ന്. നിനക്ക് 18+ ഓൺ ആക്കിയിട്ട് സ്ട്രീം ചെയ്താ പോരെ? അവര് പറഞ്ഞു എങ്ങനെ ഇട്ടാലും കുഴപ്പമുണ്ടോന്ന്. ഓ വല്ലാത്ത കഴപ്പേനാട്ടാ, വല്ലാത്ത ചില്ലറ കഴപ്പല്ല നിനക്ക്. കോമഡി എന്ന് പറഞ്ഞാ അമ്പത്തൂരും രാവിനും ഓൾറെഡി കാണിച്ചു. ഓ അമ്മ മറ്റേ RDR കാണിച്ചതല്ലേ കുളിക്കാൻ പോവാടാ ഇവിടെ. ലിങ്ക് അല്ല തുടക്കത്തിൽ കുളിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഇവിടെ അക്ഷരം മാറ്റി പിടിക്കാം കേട്ടോ. കിളിയെ പിടിക്കാൻ നടക്കാൻ പറ്റത്തില്ല, അത് $10,000 കൊടുക്കണം. മറ്റേ ഞാൻ കിളിയെ പിടിക്കാനാ ഉദ്ദേശിച്ചേ. കണ്ണൻ നായർ ബ്രോ താങ്ക് യു സോ മച്ച് ₹30 സൂപ്പർ ചാറ്റ്. ഈ ഒരു സാധനം എനിക്ക് അറിയാൻ പറ്റുന്ന ഇതുവരെ കണ്ടിട്ടില്ല. വൈറ്റിയില് പറ്റുമോന്നേ ഓരോരുത്തര് തരിപ്പന്മാര് വന്നിട്ടുണ്ട് കേട്ടാ. അത് കിക്കിലല്ലേ വൈറ്റ് ഇടാ മാറ്റേ, അത് കിക്കിലല്ലേ വൈറ്റിയില് കാണിക്കാൻ പറ്റുമോന്ന്. എടാ ചെലവന്മാരൊക്കെ ഇത് നമ്മള് ലൈവ് കാണിക്കാത്തോണ്ട് പൈസ കൊടുത്ത് PC വാങ്ങിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ചില്ലറ തരിപ്പൊന്നുമല്ല അവന്മാർക്ക്. ലൈവിന്റെ ലിങ്ക് വയ്ക്കുന്നതാ. പറ്റാത്തവരാടാ, പറ്റാത്തവന്മാരാടാ. മറ്റേ എനിക്കല്ല അവന്മാർക്ക് കൊടുക്കണം ലിങ്ക് ഒന്ന് അയച്ചാ ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു കൊടുക്കാൻ. ഓഫ്ലൈൻ അയക്കടാ, നീ നാളെ കാണിച്ചാൽ മതി. കിടുമ്പന്മാര് അത് നിന്നെയൊക്കെ കാണിക്കാൻ പറഞ്ഞാണോ? ഞാൻ ഒന്ന് നോക്കട്ടെ. സെറ്റ് കേട്ടാ ആർപ്പിട്ടോടാ വന്നേ. ചിഞ്ചുടാ കുട്ട, വെൽക്കം ടു സ്ട്രീം. എൻ ഗെയിംസ് മറ്റേ ഓർമ്മ ഉണ്ടോ എൻ ഗെയിംസിനൊക്കെ? പിന്നെ ചിഞ്ചു എടാ ഏപോലെ നീ ഈ കേരളത്തിലെന്ന് ഉറപ്പാണ്. ഞാൻ അവർക്ക് ടിക്കറ്റ് വലിക്കുക. അപ്പൊ ഇനി റെഗുലർ ആണോ? പിന്നെ ഞാൻ പിന്നെ മറ്റേ യെല്ലോ സ്റ്റോൺ കളിച്ചുള്ളതാ എന്റെ വിശ്വാസമാണ്. ഇത് ആണെങ്കിൽ കുറച്ച് ദിവസം എടുക്കോട്ടോ തിരിച്ചു തരാം. ഇന്ന് ഫോം ഔട്ട് ആണെങ്കിൽ പിന്നെ ഒന്ന് വാമപ്പൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ദിവസം ഓഫ്ലൈൻ RP ഒക്കെ ചെയ്ത് വാമായിട്ട് ലൈവ് വരാം. ടൈം സ്റ്റാമ്പ് കൂടെ പടാ ലൈവിന്റെ ലിങ്ക് തരാന്ന് പറഞ്ഞില്ലേ? വേണേ കഷ്ടപ്പെട്ട് കണ്ടുപിടിയടാ. നിനക്കൊക്കെ മറ്റേതിലും മറ്റേ അവിടെ ഇവിടെയും കയറി 500 പേജ് വരെ പോവാറിയാലോ. രാവിന്റെ ലൈവ് ഇച്ചിരി ഫുള്ള് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അമ്പത്തൂരിന്റെ ലൈവിൽ പിന്നെ അത് മാത്രമേ കാണുള്ളൂ. നിങ്ങൾ എവിടെ കൈവച്ചാലും അതേ വരാൻ ചാൻസ് ഉള്ളൂ. ഗോക്കു ഞാൻ നൈറ്റ് വിളിക്കാറുണ്ട് എൻ ഗെയിംസ്. എടാ ഇത് ഷിഞ്ചു എന്നല്ലേ? ഞാനല്ല, ഞാൻ എന്നായിട്ടല്ല നിന്നെ എവിടേക്ക് കൊണ്ടുപോടാ. ഞാനല്ല ഗോക്കു ആണെന്ന് പറഞ്ഞ ആരോടോ സംസാരിക്കാം കേട്ടോ. നോട്ട് റെഗുലർ, ഇറ്റ്സ് ഇറഗുലർ. എടാ സ്ഥിരമാണേ നമ്മള്. ഞാൻ പറഞ്ഞില്ലേ ഞാന് ഇനി മുതല് ഒരു അടുത്ത മാസം ഒരു 7-ാം തീയതി വരെയൊക്കെ ഏകദേശം അടുപ്പിച്ച് ലൈവ് ഉണ്ടാവും. അടുപ്പിച്ചെന്ന് പറയുമ്പോൾ 1 ഇടവിട്ട്, ചിലപ്പോൾ 2 ഇടവിട്ട്. പക്ഷെ ഒരു ദിവസം ലൈവ് വരും. ലൈവ് എന്തായാലും ഞാൻ ഇന്നിപ്പോ എന്തായാലും മറ്റന്നാളെയും നാളെയും ഇങ്ങനെ കളിയാ. എനിക്കാണെങ്കിൽ ഞാൻ വരും ഗൈസ്, ഞാൻ തിരിച്ചു വരും. എനിക്ക് റിപ്ലൈ ചെയ്യുന്ന അങ്ങേരെ പേരെന്തായിരുന്നോ? ലോക്കൽ ലെസ്ബിയൻ.
എടാ നിന്റെ നിന്റെ ഡിസ്കൗണ്ട് ഐഡി ഒന്ന് നിൽക്കുക അവരിട്ടെ. അവന്റെ പേര് ലോക്കൽ ലെസ്ബിയൻ. ഗോക്കു എന്നെയും കൂടി വലിക്കു ഗോക്കു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടി വലിച്ചാ കൊക്കോ അവനും കൂടെ വലിച്ചു വിടറാ. അങ്ങനെയല്ല. അവൻ വെളിയിരുന്ന് വലിച്ചു മടുത്ത ഒറ്റയ്ക്ക്. ബാബുസേൻ, അങ്ങനെയല്ല, ഞാനല്ലല്ലോ. നിനക്ക് ബാൻ കിട്ടിയല്ലോടാ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ ഒന്നും പറയാറില്ലല്ലോ. എന്തായാലും വലിച്ചോണ്ടിരിക്കുവല്ലേ. കളികട എങ്ങനെയാണെന്ന് കാണാം ഗൈസ് നമുക്ക്. നീ എങ്ങനെ നിന്റെ ചില തരിപ്പൊന്നുമല്ല കേട്ടോ അത്. അപ്പൊ ഓക്കെ ബൈ, ഞാൻ പോയി അവരുടെ പഴയ ലൈവ് നോക്കിട്ട് വരാടാ കഴിവർ. വാറ്റേ ഒന്നാതെ MRCന്റെ പേരിൽ ഒരു ലോഡ് പ്രശ്നമുണ്ട്. MRC ഗോക്കു നൈറ്റ് വിളിച്ചിട്ട് ഉമ്മ ചോദിക്കും എന്നോട് എന്ത് ചെയ്യാനാ. ആരാണ് ചിഞ്ചു? ഇവനെ ആരെ പറ്റിക്കുക? ഇവനെ ആർക്കാട് 5000 കൊടുത്ത് അവന് ആരെ പറ്റിക്കും അവനെ. ഇപ്പൊ വാറ്റ നീ പറയുന്നൊരു വിഷമുണ്ട്. പക്ഷെ നീ ജീവിതത്തിൽ വിചാരിച്ചോളെ ഇത്രയും ഫേമസ് ആക്കി കിട്ടുമെന്ന്. അളിയാ നീ ഇപ്പം ഗെയിമിലായിരുന്നു നോക്ക്. വിഷമിപ്പിക്കല്ലേ അല്ലേ അളിയ, സത്യം പറഞ്ഞ വിഷമുണ്ട്. പക്ഷെ നീ ഊമ്പി പോയല്ലോ. എടാ അല്ലേ പറഞ്ഞാലേ എല്ലാം പറഞ്ഞാലേ ഞാൻ നന്നായി ഇത് ഇതാണ് പറയണത്. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ഇതുപോലെ പല കയറിയിരിക്കും. അറ്റ നിന്നല്ല. നിതിൻ സെബാസ്റ്റ്യൻ ബ്രോ, താങ്ക് യു സോ മച്ച്. 18 AED ബ്രോ, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. ബാൻ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക. ഓക്കെ നീ സംസാരിക്കാം. ഇംഗ്ലീഷ് ഡൗട്ട് എന്തെങ്കിലും എന്റെ ചോദിക്കണം കേട്ടോ. അപ്പൊ തന്നെ റിപ്ലൈ തന്നാ അവര്. സ്ക്രീൻഷോട്ട് അയക്കാവടാ നിന്റെ ഇത്. ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എനിക്ക് ഡിസ്കൗണ്ട് പരിപാടി. ചന്ദ്രബോസിന്റെ ടീം എത്തി കേട്ടോ. എന്റെ ചെറുക്കനാണ് എന്റെ ചന്ദ്രു, മൈ ബോയ്. അവനെ ഞാൻ ഒന്നും പറയത്തില്ല. ഈ ക്യാരക്ടർ ഉണ്ടാക്കണ്ട കേട്ടാ. നോക്കി ക്രിയേറ്റ് ചെയ്തോട്ടാ, അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുക്കണം മാറ്റണമെങ്കിൽ. എത്ര രൂപ? 4 പെട്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, 4 ക്യാരക്ടേഴ്സ്. ഇതിപ്പോ ഇത് സെലക്ട് ചെയ്യും. എങ്ങനെ സെലക്ട് ചെയ്യുന്നേ? മെയില് എൻ്റർ സ്പേസ് അടിച്ച് വെറുതെ ഇറങ്ങിപ്പോയി. ചിഞ്ചുടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ 3.69 AD. ബോസണ്ണ എവിടെ ചാറ്റി വന്നോ? ചങ്കാണവൻ, ചങ്കെടുപ്പാണവൻ. ലാഗ് എടാ, ജസ്റ്റ് ഇതിലൊന്ന് കയറി കഴിഞ്ഞിട്ട് ഇതിന്റെ സെറ്റിങ്സ് കുറച്ചിട്ട് ലാഗ് മാറും. ഇതൊരു നെക്സ്റ്റ് ജെൻ PC ആണ്, അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം. നെക്സ്റ്റ് ജെൻ PC ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ കുറച്ചധികം ഇത് ഉപയോഗിച്ചായിരുന്നേ. എടാ ഇതെങ്ങനെയാടാ